ആത്മരക്ഷ എങ്ങനെ പ്രാപിക്കാം? താങ്കൾ ദൈവത്തിൻ്റെ സൗജന്യമായ രക്ഷ നേടിയിട്ടുണ്ടോ? ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ പാസ്പോർട്ടും വിസയും ആവശ്യമാണ്. അതുപോലെ ഈ ലോകം വിട്ട് ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആത്മരക്ഷ നാം വ്യക്തിപരമായി നേടേണ്ടതുണ്ട്. ദൈവം സൗജന്യമായി സകല മനുഷ്യർക്കും നൽകുന്ന രക്ഷയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നു. ആത്മരക്ഷ, നിത്യത, സ്വർഗരാജ്യം എന്നിങ്ങനെ വിവിധ നിലകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന രക്ഷ യഹൂദന്മാരും അല്ലാത്തവരുമായ സകല മനുഷ്യരും വ്യക്തിപരമായി പ്രാപിക്കേണ്ട ദൈവിക ദാനമാണ്. രക്ഷ എന്നതുകൊണ്ട് എന്താണ് ബൈബിൾ അർത്ഥമാക്കുന്നതെന്ന് വ്യക്തമാക്കാം. ബൈബിളിലെ താക്കോൽ വാക്യം അത് വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അർത്ഥാൽ നിത്യനാശത്തിൽ നിന്ന് ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം സൗജന്യമായി നൽകുന്ന വീണ്ടെടുപ്പാണ് രക്ഷ. പാപിയായി തീർന്ന ആദ്യ മനുഷ്യൻ്റെ സന്തതികൾ പ്രകൃത്യാ പാപിയായി ജനിക്കുന്നതിനാൽ പാപസ്വഭാവത്തിന് അധീനരാകയാലും പാപത്തിൻ്റെ ശമ്പളമായ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാകയാലും പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പും രക്ഷയും സകല മനുഷ്യർക്കും അത്യാവശ്യമാണ്. ആദ്യ മനുഷ്യനായ ആദമിൻ്റെ അനുസരണക്കേടിനാൽ മനുഷ്യവർഗത്തിൽ കലർന്ന പാപം തുടച്ചു നീക്കുവാനാണ് ദൈവപുത്രനായ ക്രിസ്തു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നത്. പിതാവിനോടുള്ള സമത്വം വിട്ട് ഭൂമിയിൽ മനുഷ്യനായി ജഡാവതാരമെടുത്ത് മനുഷ്യവർഗത്തിൻ്റെ പാപം ഏറ്റെടുത്ത് ക്രൂശിൽ മരണശിക്ഷ വഹിച്ചു. പാപത്തിന് പ്രായശ്ചിത്തമായതിനാൽ ദൈവിക നീതിന്യായ കോടതിയിൽ പാപിയായ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ തിരുനിണത്താൽ നീതീകരിക്കപ്പെടുന്നു എന്ന് ബൈബിൾ പറയുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ എന്നേക്കുമുള്ള പാപം പരിഹാരവും വീണ്ടെടുപ്പും സാധ്യമായി തീർന്നു. പഴയ നിയമത്തിലെ മഹാപ്രളയത്തിൽ പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിച്ച നോഹയും കുടുംബവും ദൈവിക ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അവർ രക്ഷ പ്രാപിച്ച പെട്ടകം പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിൻ്റെ നിഴലായി നിലകൊള്ളുന്നതായി ബൈബിൾ പഠിപ്പിക്കുന്നു. വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് അരുളപ്പാട് ലഭിച്ച നോഹയും കുടുംബവും തങ്ങളുടെ രക്ഷയ്ക്കായി പെട്ടകം പണിതു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയും വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീരുകയും ചെയ്തു എന്ന് എബ്രായർ 11:7 പറയുന്നു. ആയതിനാൽ നീതീകരിക്കപ്പെടുവാൻ വിശ്വാസം വേണം. പഴയ നിയമത്തിൽ സ്വയരക്ഷയ്ക്ക് നോഹ പെട്ടകം പണിതു. പുതിയ നിയമത്തിൽ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷാകരമായ ദൈവകൃപ ദൈവം സൗജന്യമായി നൽകി. പുത്രനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല. പുത്രനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു എന്ന് വചനം വ്യക്തമാക്കുന്നു. ദൈവം നൽകുന്ന ഈ രക്ഷ കരസ്ഥമാക്കുവാൻ ഒരുവൻ താൻ പാപിയെന്ന് തിരിച്ചറിയുകയും പാപത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ ദൈവമകനോ മകളോ ആയി ജീവിക്കുവാൻ തീരുമാനമെടുക്കുകയും വേണം. തുടർന്ന് തൻ്റെ പാപപരിഹാരത്തിനായാണ് ദൈവപുത്രൻ്റെ രക്തം പ്രായശ്ചിത്തമായി ചൊരിഞ്ഞിട്ടുള്ളതെന്നും അപ്രകാരം വിശ്വസിക്കുന്നതിലൂടെ ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ തനിക്കും മരണത്തിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്നും വിശ്വസിക്കുവാൻ തിരുവെഴുത്ത് സകല മനുഷ്യരോടും കൽപ്പിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 10:9-10 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇതാണ് വ്യക്തിപരമായി ആത്മരക്ഷ നേടുവാനുള്ള ഏക മാർഗമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. മറ്റൊരു പ്രായശ്ചിത്ത ബലിയോ കർമാനുഷ്ഠാനമോ ആത്മരക്ഷയ്ക്കായി ബൈബിൾ നിഷ്കർഷിക്കുന്നില്ല. ദൈവം അയച്ച തൻ്റെ പുത്രനിൽ വിശ്വസിക്കുകയും രക്ഷകനായി അംഗീകരിക്കുകയും ചെയ്യുക എന്ന ഏക മാനദണ്ഡം ജാതി, മത, ഭാഷ, കാല, ദേശ വ്യത്യാസം കൂടാതെ സകല മനുഷ്യർക്കും ബാധകമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ആകയാൽ യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരുവൻ രക്ഷ പ്രാപിക്കുന്നത്. മറ്റൊരു വഴിയും ബൈബിൾ ആത്മരക്ഷയ്ക്കായി നൽകുന്നില്ല എന്നതിനാൽ വ്യക്തിപരമായ രക്ഷ ഏറ്റവും പരമപ്രധാനമാണ്. ഈ സന്ദേശം കേൾക്കുന്ന താങ്കൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? ഇല്ല എങ്കിൽ ദൈവം നൽകുന്ന സൗജന്യമായ രക്ഷയ്ക്ക് ദൈവപുത്രനായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കൂ. ദൈവിക ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാം. നിത്യ നരക ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ നേടാം.
ഈ രക്ഷ ജന്മം കൊണ്ടും പാരമ്പര്യം കൊണ്ടും സ്വായത്തമാക്കുവാൻ കഴിയുകയില്ല എന്നതിനാൽ ഓരോരുത്തരും വ്യക്തിപരമായി പ്രാപിക്കേണ്ടതാണ്. രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. യേശുവേ, ഞാനൊരു പാപിയാണ് എന്ന് അങ്ങയോട് ഏറ്റുപറയുന്നു. അങ്ങ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി ക്രൂശിൽ എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് മരണശിക്ഷ വഹിച്ചതിനാൽ ഞാൻ അങ്ങയെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. അങ്ങ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് കയറിപ്പോയ ദൈവപുത്രനെന്നും വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. പാപജീവിതം വിട്ട് അങ്ങയെ അനുഗമിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. കേവലം വിശ്വാസത്താലും ഏറ്റുപറച്ചിനാലും അനുസരണത്താലും സൗജന്യമായി ലഭിക്കുന്ന ദൈവിക രക്ഷ പ്രാപിപ്പാൻ സർവകൃപാലുവായ ദൈവം താങ്കളെ സഹായിക്കട്ടെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഇനി പാപം വഹിക്കുവാനല്ല, തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ദൈവമകനോ മകളോ ആയി ജയജീവിതം നയിക്കുവാൻ ആവശ്യമായ തിരുവചന സത്യങ്ങൾ ഗ്രഹിക്കുവാൻ തുടർന്നുള്ള സന്ദേശങ്ങൾ ശ്രവിക്കുക. കർത്താവ് താങ്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ.